ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പൈസ ചിലവില്ലാതെ വീട്ടിൽ തന്നെ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ചിതലിനെ ഒഴിവാക്കാം. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാൻ ശ്രമിക്കുക. ഇവിടെ 2 ടിപ്സാണ് കാണിക്കുന്നത്. യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാനൊരു ബൗൾ എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് സോപ്പ് പൊടി അല്ലെങ്കിൽ ലിക്വിഡ് ഡിഷ് വാഷ് ചേർത്ത് കൊടുക്കുക. ഏറ്റവും നല്ലത് സോപ്പ് പൊടി തന്നെയാണ്. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് സോപ്പ് പൊടിയാണ്. അപ്പം ഇതിലേക്ക് സോപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കായപ്പൊടി ചേർത്ത് കൊടുക്കാം. കായപ്പൊടി ഇല്ലെങ്കിൽ കട്ടക്കായം ഇട്ടാൽ മതി. കട്ടക്കായം ചൂടുവെള്ളത്തിൽ അലിയിച്ചെടുത്തതാണ്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. വേനൽക്കാലത്തും മഴക്കാലത്തുമാണ് കാണപ്പെടുന്നത്. കൂടുതലായിട്ടും മഴക്കാലത്താണ്. പ്രത്യേകിച്ച് തണുപ്പ് കൂടുതലുള്ളതും നനവ് കൂടുതലുള്ള സ്ഥലത്താണ് പ്രത്യേകിച്ച് ചിതലൊക്കെ കാണപ്പെടുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ. ഇപ്പോൾ സൊല്യൂഷൻ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ഒരു ബോട്ടിലോ സ്പ്രേ ബോട്ടിലോ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ സൊല്യൂഷൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി രണ്ടാമത്തെ ടിപ്സ് എന്താണെന്ന് വെച്ചാൽ ഒരു ബൗൾ എടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഡെറ്റോൾ ഒഴിച്ചു കൊടുക്കാം. ഡെറ്റോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ രണ്ടാമത്തെ സൊല്യൂഷന് റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും. ചിതലുള്ള ഭാഗത്ത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ചിതൽ വരത്തില്ല. അപ്പോൾ ചിതലില്ലാത്ത ഭാഗത്തും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ചിതൽ വരാൻ ചാൻസ് കുറവാണ്. തീർച്ചയായിട്ടും നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഇതൊരു നല്ലൊരു സൊല്യൂഷനാണ്. അങ്ങനെ നമ്മുടെ 2 സൊല്യൂഷനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചിതലുള്ള ഭാഗത്തുനിന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് വരാം. അപ്പോൾ ഇവിടെയൊക്കെ സ്പ്രേ ചെയ്യാം. കൂടുതലായിട്ട് കട്ടിലിലും ജനൽ പാളിയിലും ഒക്കെയാണ് ചിതൽ കയറുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.